ഗുഡ്നെസ് ടി വി ചാനലിൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാട് 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 7-ാമത്തെ കാഹളം മുഴക്കുന്ന രംഗമാണ് നമ്മൾ വിചിന്തന വിഷയമാക്കിയത്. അപ്പം അതിൻ്റെ തുടർച്ചയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഏഴാമത്തെ ആ കാഹളം മുഴക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളിവിടെ ചോദിക്കുന്നു. ഏഴാമത്തെ മുദ്രയിൽ എന്ന പോലെ 7-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ എന്തോ ഒക്കെ സംഭവിക്കാൻ പോകുന്ന ചരിത്രത്തിൻ്റെ അവസാനമായി എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ ചരിത്രത്തിലുള്ള ഇടപെടൽ ഇവിടെ അവതരിപ്പിക്കുന്നു. പക്ഷേ ഇത് ഭാവിയിൽ പൂർത്തിയാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ കാണും. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം തുടങ്ങി എന്ന് കാണിക്കുവാനായിട്ട് ഇവിടെ ഈ ദൈവത്തിൻ്റെ രാജ്യമായി തീർന്നിരിക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് പൂർത്തിയാകാനിരിക്കുന്നു എന്ന് കാണിക്കുവാനായിട്ട് അവിടുന്ന് ഭരിക്കും എന്നുള്ള ആ ഒരു പ്രയോഗവും ചേർത്തിരിക്കുന്നു. ഇവിടെ പറയുന്ന അടുത്ത ഒരു വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. വെളിപാട് 11-ാം അധ്യായം 18-ാമത്തെ വാക്യം. ജനതകൾ രോഷാകുലരായി അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമം ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുമുള്ള സമയം സമാഗതമായി. ഈ വാക്യത്തിൻ്റെ വിശകലനത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്ത് ആശയമാണ്, എന്ത് സന്ദേശമാണ് ഈ വാക്യം നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന ജനതകൾ രോഷാകുലരായി. അപ്പോൾ ജനതകൾ രോഷാകുലരായി എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അപ്പോൾ ഇവിടെ ലോകരാജ്യം ദൈവത്തിൻ്റേതായി മാറി എന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ജനതകൾ രോഷം പ്രകടിപ്പിക്കുന്നത് എന്തിനെതിരെയാണ്? ദൈവത്തിൻ്റെ ഇടപെടലിന് എതിരെയാണ്. അപ്പോൾ തിന്മയുടെ ശക്തികൾ, അധാർമിക ശക്തികൾ ദൈവത്തിനെതിരെ തിരിയുമ്പോഴാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ അവർ രോഷാകുലരായി എന്നുള്ളത് അവർക്ക് ആ ദൈവത്തിൻ്റെ ഇടപെടൽ ഉൾക്കൊള്ളാനായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അതേ തുടർന്ന് പറയുന്നു, അവിടുത്തെ ക്രോധം അത് വെളിപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ ക്രോധം, അത് നമ്മൾ ഈ ക്രോധം എന്നുള്ള പദം നമ്മൾ 6-ാമത്തെ അധ്യായം വിശകലനം ചെയ്തപ്പോൾ നമ്മളത് കണ്ടതാണ്. അപ്പോൾ സങ്കീർത്തനം 2-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിവരണം. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. അപ്പോൾ അത് സങ്കീർത്തനം 2:5 അല്ലെങ്കിൽ ഏശയ്യ 13:9, 11, റോമക്കാർക്ക് എഴുതിയ ലേഖനം 1:18, പിന്നെ വെളിപാട് 6-ാം അധ്യായത്തിൽ 16, 17 വാക്യങ്ങളിൽ നമ്മളൊക്കെ അത് കാണുന്നു. വെളിപാട് ഗ്രന്ഥത്തിലെ വാക്യം ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്കതൊന്ന് വായിക്കാം. വെളിപാട് 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ, എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ മഹാദിനം വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ആ ക്രോധം എന്ന് പറയുന്നത് അവിടുത്തോട് കൂടെ നിൽക്കുന്നവർക്ക് രക്ഷയാണ്, എന്നാൽ ദൈവത്തിനെതിരെ നിൽക്കുന്നവർക്ക് അത് ശിക്ഷയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി തന്നെയാണത്. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുന്നത് തിന്മയുടെ ശക്തിക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. അല്ലാതെ നമ്മൾ മനുഷ്യരൊക്കെ കോപം പൂണ്ടു നിൽക്കുന്ന പോലെയുള്ള ഒരു ചിത്രമൊന്നും അല്ല ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ അത് പഴയ നിയമത്തിൽ തിന്മയ്ക്കെതിരെ ദൈവം ഇടപെടുന്നതിൻ്റെ ഒരു മാനസിക തലത്തിലുള്ള ഒരു അവതരണമായിട്ട്, ഒരു പ്രയോഗമായിട്ട് നാം അതിനെ എടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം തിന്മയ്ക്കെതിരെയുള്ള
ഇടപെടൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മരിച്ചവരെ വിധിക്കുവാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കറിയാം വിധി യുഗാന്തത്തിലാണ് നടക്കുന്നത്. അപ്പോൾ യുഗാന്ത്യത്തിൽ നടക്കുന്ന ആ വിധി ഇത് സംഭവിക്കുവാനായിട്ട് പോകുന്നു. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമം ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും. അപ്പോൾ ചെറിയവർക്കും വലിയവർക്കും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങയുടെ ദാസരെ പ്രവാചകർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമം ഭയപ്പെടുന്ന ചെറിയവരും വലിയവരും എല്ലാവർക്കും, അപ്പോൾ സർവർക്കും ദൈവത്തോട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അവിടുന്ന് പ്രതിഫലം നൽകുന്നു. അപ്പോൾ ഈ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? പ്രതിഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തോട് കൂടെ നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന നിത്യജീവൻ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ 2 സാക്ഷികൾ മരിച്ചു കഴിഞ്ഞ ശേഷം അവർ ഉയർപ്പിക്കപ്പെടുന്നതും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും നമ്മളൊക്കെ കണ്ടു. അതുമല്ലെങ്കിൽ 6-ാമത്തെ അധ്യായത്തിൽ ബലിപീഠത്തിന് കീഴേ ഉള്ളവർ അവർക്ക് യേശു വെളുത്ത വസ്ത്രം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ വെളുത്ത വസ്ത്രം അത് യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രതിഫലം ലഭിക്കുക എന്ന് പറയുമ്പോൾ യേശുവിനോട് കൂടെ ആയിരിക്കുന്നവർക്ക്, യേശുവിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുചേരുന്നവർക്ക് അവിടുന്ന് കൊടുക്കുന്ന നിത്യജീവൻ തന്നെയാണ്. അപ്പോൾ ഈ സാക്ഷികൾ ഒക്കെ തുടർന്ന് ദൈവത്തോടു കൂടെ ആയിരിക്കും എന്ന് ഇവിടെ പറയുന്നു. ഇനി അതിനുശേഷം പറയുന്ന ആ ഒരു ഭാഗം, ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള സമയം സമാഗതമായി. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനായിട്ടുള്ള സമയം സമാഗതമായി. അപ്പോൾ ഇവിടെ എന്താണ് വെളിപാട് ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത്? ഇപ്പോൾ നശിപ്പിക്കുക എന്നുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ദിയഫ്തേറോ എന്ന ആ പദം, അപ്പോൾ അത് ശാരീരികമായോ അല്ലെങ്കിൽ ധാർമ്മികമായോ ഇല്ലായ്മ ചെയ്യുന്നതിനെയാണ് അർത്ഥമാക്കുക. അപ്പോൾ അത് ഭൂമിയെ നശിപ്പിക്കുന്നവരെ എന്നുള്ളതും അത് പല വിധത്തിലൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഭൂമിയെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്കാണോ ഒന്ന് ചെല്ലേണ്ടത്. കാരണം അവിടെ ദൈവത്തെ സ്രഷ്ടാവായിട്ട് അവതരിപ്പിച്ചിരിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. അപ്പോൾ ഈ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ അത് വികൃതമാക്കുന്നത്, അത് നശിപ്പിക്കുന്നത് അത് തിന്മയുടെ ശക്തികൾ തന്നെയാണ്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെയെല്ലാം പടിപടിയായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന കാര്യമാണ് വെളിപാടിൽ തുടർന്നുള്ള ഭാഗത്ത് വിവരിക്കുന്നത്. അപ്പോൾ ഇതിന് പല വിധത്തിൽ നമുക്ക് പല തലങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത്, മിശിഹായെയും വിശ്വസ്ത സാക്ഷികളെയും നശിപ്പിക്കാനിറങ്ങുന്ന സാത്താൻ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭൂമിയെ നശിപ്പിക്കുന്നവർ എന്ന് പറയുമ്പോൾ പ്രഥമമായിട്ടും അർത്ഥമാക്കുന്നത് സാത്താൻ തന്നെയാണ്. അപ്പോൾ തിന്മയുടെ രൂപമായിട്ടുള്ള സാത്താൻ. ഇനി ഇതിൻ്റെ ആ പരിണത ഫലങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സാത്താൻ്റെ ശക്തികളാൽ അത് നമ്മൾ ദൈവജനം മുഴുവൻ പ്രലോഭിതരാകുന്നു, അവർ വഴിതെറ്റിക്കപ്പെടുന്നു. ഇനി അവരെക്കുറിച്ച് പിന്നീട് പറയുന്നത് എന്താണ്? ഈ വ്യാജപ്രബോധനങ്ങളിലൂടെയും വിഗ്രഹാരാധനയിലൂടെയും ഒക്കെ പ്രലോഭിപ്പിച്ച് വഴിതെറ്റിക്കുന്നവൻ അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നമ്മൾ പിന്നീട് കാണുന്നു. അപ്പോൾ ഇവയുടെ ശക്തിയെല്ലാം നൈമിഷികമാണ് എന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ കാണിക്കും. ഇപ്പോൾ ഇവർ വിജയശ്രീലാളിതരായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും തുടർന്നുള്ള ഭാഗത്ത് ഇവർ പടിപടിയായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഇനി 2-ാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ ഈ സാത്താനിൽ നിന്ന് അധികാരം സ്വീകരിക്കുന്ന മൃഗങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അത് ഭൂമിയുടെ അഗാധഗർത്തങ്ങളിൽ നിന്ന് വരുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിൽ അഗാധഗർത്തങ്ങളിൽ നിന്ന് വരുന്ന ആ മൃഗം അവരെ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി 12-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ അതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്ന് കയറി മണൽത്തിട്ട് നിൽക്കുന്ന ആ മൃഗത്തെയെല്ലാം നമ്മൾ കാണും. അപ്പോൾ അതെല്ലാം ഈ തിന്മയുടെ പ്രതീകങ്ങളായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് പിന്നീട് അടുത്ത തിന്മയുടെ ശക്തികളെക്കുറിച്ച് നമ്മൾ
13-ാമത്തെ അധ്യായത്തിൽ നിന്ന് കൂടുതൽ വിശദമായിട്ട് കാണും. അപ്പോൾ അവിടെ നിന്നൊക്കെ വ്യക്തമായിട്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണാം. ഇനി ഈ തിന്മയുടെ ശക്തികളും നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അത് നാശത്തിലേക്ക് പോകുന്നു. 17-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, 17-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. 17:8. ഇപ്പോൾ ഇവിടെ പറയുന്നു, നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല. പാതാളത്തിൽ നിന്ന് കയറി വരാനിരിക്കുന്നു, പക്ഷേ നാശത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ മൃഗം അത് നാശത്തിലേക്ക് പോകുന്നു, അത് നമ്മൾ കാണുന്നു. ഇനി പിന്നീട് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ വ്യാജപ്രവാചകരെയാണ് നമ്മൾ കാണുന്നത്. ഈ വ്യാജപ്രവാചകർ ആളുകളെല്ലാം വഴിതെറ്റിക്കുന്നതും പിന്നെ വ്യാജ ആരാധനയിലേക്ക് ആളുകളെല്ലാം നയിക്കുന്നതും നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വ്യാജ ശക്തികളെയെല്ലാം ആരാധിക്കുവാനായിട്ട് ഇവർ നിർബന്ധിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവരും പിന്നീട് ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. 20-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ നമ്മളെവിടെയാണ് കാണുന്നത്? അത് ബാബിലോൺ എന്ന് പറയുന്ന ആ പ്രതീകത്തിലൂടെയാണ്. ബാബിലോൺ എന്ന് പറയുന്നത് ആ തിന്മ നിറഞ്ഞ നമ്മുടെ ചുറ്റുമുള്ള വ്യവസ്ഥിതികൾ തന്നെയാണ്. അപ്പോൾ ബാബിലോൺ അത് റോമൻ ശക്തി, റോമൻ ഭരണത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഈ ചുറ്റും അത് യുദ്ധപേര് മുഴക്കിക്കൊണ്ട് എല്ലാത്തിനെയും അടിച്ചമർത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു ശക്തി തന്നെയാണ്, തിന്മയുടെ ശക്തി തന്നെയാണ്. ആ തിന്മയുടെ ശക്തിയും അത് തകർക്കപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്നു, വിജയശ്രീലാളിതരായി വാഴുന്നു എന്നൊക്കെ കരുതപ്പെടുന്ന ഈ തിന്മയുടെ ശക്തികളെല്ലാം പടിപടിയായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നത് നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുന്നു. ഇനി ഇവരെല്ലാം നശിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ ആരാധന സമൂഹത്തോട് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അവർക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? അപ്പോൾ ഇന്ന് ഇവരൊക്കെ പിൻചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഭൗമിക ശക്തികൾ, അതൊക്കെ തിന്മയുടെ പ്രതിഫലനങ്ങൾ തന്നെയാണ്. അവരെ നിങ്ങൾ ആശ്രയിക്കരുത്, അവരിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് അകന്നു നിൽക്കണമെന്നാണ് ആരാധന സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറയുന്നത് അത് ആരാധന സമൂഹത്തിനുള്ള സന്ദേശം തന്നെയാണ്, നമ്മോടുള്ള സന്ദേശം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന നമ്മെ മോഹിപ്പിക്കുന്ന ഈ സംവിധാനങ്ങൾ, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ തന്നെ, അതൊക്കെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവയിൽ നിന്നും അകന്നു നിന്ന് ദൈവത്തോട്, യേശുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി സമയം സമാഗതമായി, ആഗതമായി എന്ന് പറയുമ്പോൾ എന്തർത്ഥമാക്കുന്നത്? സമയം ആഗതമായി, അതിനുപയോഗിച്ചിരിക്കുന്ന സമയത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം കൈറോസ്. അപ്പോൾ അത് വെളിപാടിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ, ഇവിടെ 12, 14, പിന്നെ 22-ാം അധ്യായത്തിൽ 10. അപ്പോൾ കൈറോസ് സമയം എന്ന് പറയുന്നത് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന, ആ നിർണായകമായിട്ട് ഇടപെടുന്ന ആ സമയം തന്നെയാണ്. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവം ചരിത്രത്തിൽ ഇടപെടും, തിന്മ നിറഞ്ഞ ഈ ചരിത്രത്തിൽ ഇടപെടും. തീർച്ചയായിട്ടും അവിടുന്ന് എല്ലാ തിന്മയുടെ ശക്തികളെയും ഉന്മൂലനം ചെയ്യും എന്നുള്ള ഒരു വാഗ്ദാനം, ആ ഒരു ഉറപ്പ്, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ വചസ്സുകൾ അത് വിശ്വാസയോഗ്യം തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കാണുന്നത് തിന്മയുടെ ശക്തികളെല്ലാം പടിപടിയായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടും എന്നുള്ള ഒരു വാഗ്ദാനം. ഇനി അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് തുടർന്നുള്ള ഭാഗത്ത് വിവരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണത്. നമുക്ക് ആ ഒരു വാക്യത്തിലേക്ക് കടക്കാം. 19-ാമത്തെ വാക്യം. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ ഉടമ്പടിയുടെ പേടകം കാണപ്പെട്ടു. മിന്നൽ പിണരുകളും ശബ്ദങ്ങളും
ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അവിടുത്തെ ഉടമ്പടിയുടെ പേടകം കാണപ്പെട്ടു. അപ്പം ഇത് വെളിപാടിലെ ഈ 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ ഇത് 12-ാം അധ്യായം പിന്നെ തുടർന്നുള്ള ഭാഗമായിട്ട് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആ സന്ദേശത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇപ്പോൾ ദൈവത്തിൻ്റെ ആലയം കാണപ്പെട്ടു. നമുക്കറിയാം, പഴയ നിയമത്തിലുള്ള ദൈവത്തിൻ്റെ ആലയമെന്ന് അറിയപ്പെട്ടിരുന്ന ഏതാണ്? ജെറുസലം ദേവാലയം തന്നെയാണ്. അപ്പോൾ ജെറുസലം ദേവാലയം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു പ്രതീകം തന്നെയാണ്. ഇസ്രായേൽ ജനതയോട് ദൈവം ചെയ്ത ഉടമ്പടി, അപ്പോൾ ആ ഉടമ്പടിയുടെ ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന ആ ഒരു ആലയം, ഇനി ആ ആലയത്തിലുള്ള ആ ഉടമ്പടി വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്തുള്ള ആ ഉടമ്പടിയുടെ ആ പേടകം, അപ്പോൾ അതെല്ലാം പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ആ വാഗ്ദാനം, ദൈവജനത്തോടുള്ള ആ ഒരു ഉടമ്പടി, അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പഴയ ഉടമ്പടി കാലഹരണപ്പെട്ടു എന്ന് തന്നെയാണ്. അപ്പോൾ പഴയ ഉടമ്പടി കാലഹരണപ്പെട്ടു. ഇതാ ഒരു പുതിയ ഉടമ്പടി ഇവിടെ യാഥാർത്ഥ്യമാകുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആലയം തുറക്കപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് അനുഭവവേദ്യമായി എന്ന് തന്നെ അർത്ഥമാക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഏവർക്കും അനുഭവവേദ്യമാകുന്നു. ഇനി ദൈവത്തിൻ്റെ സാന്നിധ്യം ഏവർക്കും അനുഭവവേദ്യമാകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഴയ നിയമത്തിലെ ജെറുസലം ദേവാലയവുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുന്നത് നല്ലതാണ്. ജെറുസലം ദേവാലയത്തിൽ നമുക്കറിയാം, അവിടെ ഉടമ്പടിയുടെ പേടകമൊക്കെ സ്ഥിതി ചെയ്യുന്ന അതിവിശുദ്ധ സ്ഥലമുണ്ട്. ആ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനായിട്ട് ആർക്കാണ് സാധിക്കുന്നത്? മഹാപുരോഹിതന് മാത്രം. വേറെ ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ള ആ സ്ഥലത്ത് മഹാപുരോഹിതനല്ലാതെ ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ആർക്കും അത് സാധിക്കുകയില്ല. ഇനി ആ ഒരു സ്ഥാനത്താണ് ഇവിടെ പറയുന്നത് ഈ പുതിയ ആലയം തുറക്കപ്പെട്ടു. ഇനി പുതിയ ആലയത്തിൽ ആരാണ് പ്രവേശിക്കുന്നത്? ദൈവജനം മുഴുവൻ പ്രവേശിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ചിലർക്ക് മാത്രം പ്രവേശിക്കാവുന്ന അനുഭവവേദ്യമാകുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് ഏവർക്കും അനുഭവവേദ്യമാകുന്നു. ഈ ആലയം ഏവർക്കും തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. ഇനി ഇവിടെ തുറക്കപ്പെട്ടു, ആലയം തുറക്കപ്പെട്ടു. എന്താണ് ഇവിടെ കാണുന്നത്? സ്വർഗീയ ആലയത്തിൽ കാണുന്നത് ഇവിടെ പറയുന്നു, അതിൽ അവിടുത്തെ ഉടമ്പടിയുടെ പേടകം കാണപ്പെട്ടു. അവിടുത്തെ ഉടമ്പടിയുടെ പേടകം കാണപ്പെട്ടു. അപ്പോൾ ഉടമ്പടിയുടെ പേടകം കാണപ്പെട്ടപ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. അപ്പോൾ ഉടമ്പടിയുടെ പേടകം എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും വാഗ്ദാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്കറിയാം, ഉടമ്പടിയുടെ ആ പേടകത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്? ദൈവം നൽകിയ കൽപ്പനകൾ, അല്ലെങ്കിൽ പിന്നെ അഹ്റോൻ്റെ വടി, പിന്നെ മന്നയുടെ ഒരു അംശം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. പിന്നെ ആ ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഒക്കെ ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ ഇത് അവർക്കൊരു വലിയൊരു ശക്തി തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ഈ ഉടമ്പടിയുടെ പേടകം അവരുടെ യുദ്ധസമയത്ത് അവർ കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ ഉടമ്പടിയുടെ പേടകം തന്നെ അതിൻ്റെ ശക്തിയാൽ തന്നെ ശത്രുക്കൾ പരാജയപ്പെടും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ യുദ്ധത്തിലും സമാധാനത്തിലുമൊക്കെ ദൈവം ജനത്തെ നയിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു ഈ ഉടമ്പടിയുടെ പേടകം. അപ്പോൾ ഇത് ഇവർ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ മുഴുവൻ ഈ ഒരു ഉടമ്പടിയുടെ പേടകവും അവർ കൂടെ കൂട്ടിയിരുന്നു. അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ അത് മുന്നേ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അത്
എല്ലാം ശത്രുക്കളെയെല്ലാം തകർക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഉടമ്പടിയുടെ ആ പേടകം തിന്മകൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ഭൂമിയെ നശിപ്പിക്കുന്നവരെ അവിടെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഈ ഉടമ്പടിയുടെ പേടകം അവർക്ക് അനുഭവപ്പെട്ടതുപോലെ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എല്ലാ തിന്മകളെയും ഉന്മൂലനം ചെയ്യും എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. ഇനി ഈ നിയമഫലങ്ങളടങ്ങിയ ഈ പേടകം ദൈവത്തിൻ്റെ സിംഹാസനമായിട്ട് അന്ന് അവർ കരുതിയിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപാസനവുമായിട്ട് ഒക്കെ ഇതിനെ ബന്ധപ്പെടുത്തി. ഇനി ഈ ഒരു പേടകം, പഴയ നിയമത്തിൽ ഉള്ള ഈ പേടകം, അത് ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇതാണ്. അവർ പറയുന്നത്, എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ പേടകം അത് ജെറുസലം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അത് ജെറമ്യ പ്രവാചകൻ ഒളിപ്പിച്ചു എന്ന ഒരു ഐതിഹ്യം അവരുടെ ഇടയിലുണ്ട്. 2 മക്കബയർ പുസ്തകത്തിൽ 2 മക്കബയർ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഇപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു സൂചനയുണ്ട്. 2 മക്കബയർ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പം അതിൽ 5-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. 4-5 ദൈവം നൽകുന്ന അവകാശ ഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി. അവിടെ ജെറമ്യ ഒരു ഗുഹ കണ്ടു. കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ച് പ്രവേശനദ്വാരം അടച്ചു ഭദ്രമാക്കി. അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് തുടർന്ന് പറയുന്നു, ദൈവം തന്നെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും. അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും. അപ്പോൾ ആ ഇസ്രായേൽ ജനതയുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ഐതിഹ്യം അത് ഇവിടെ പൂർത്തിയാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഉടമ്പടിയുടെ പേടകം ഇവിടെ കാണപ്പെട്ടെന്ന് പറയുമ്പോൾ മിശിഹ വരുമ്പോൾ, മിശിഹ തൻ്റെ രാജ്യം അത് ഇവിടെ യാഥാർത്ഥ്യമാക്കുമ്പോൾ വീണ്ടും ഈ പേടകം അവർക്ക് ദൃശ്യമാകും എന്നാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ അത് ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഉടമ്പടിയുടെ പേടകം ഇവിടെ കാണപ്പെട്ടു എന്നുള്ളത് പഴയ നിയമത്തിലുള്ള വലിയ ഒരു പ്രതീക്ഷയുടെ വാഗ്ദാനത്തിൻ്റെ ഒരു പൂർത്തീകരണം തന്നെയാണ്. ഇനി ഉടമ്പടിയുടെ പേടകം കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ള പ്രസക്തി എന്താണ്? അതിന് കുറച്ചുകൂടി ആഴമേറിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉടമ്പടിയുടെ പേടകം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഉടമ്പടിയുടെ പേടകത്തിൽ പറയുന്ന നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, പേടകം കൽപ്പനകൾ അടക്കം ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ദൈവം ചെയ്ത ഉടമ്പടിയുടെ, അപ്പോൾ അതിൻ്റെ പ്രതീകം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേടകത്തെ അവർ ഉടമ്പടിയുടെ പേടകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഉടമ്പടിയുടെ പേടകം അത് പഴയ നിയമത്തിലെ ഉടമ്പടി, ഇനി ഇവിടെ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി. അപ്പോൾ ദൈവവും ദൈവജനവും തമ്മിലുള്ള ആ ഒരു ഉടമ്പടി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അത് ആരിലാണ് യാഥാർത്ഥ്യമാകുന്നത്? അത് ക്രിസ്തുവിൽ തന്നെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇനി ഈ പേടകത്തിലുള്ള 3 കാര്യങ്ങൾ ഒന്ന് നോക്കുക. കൽപ്പനകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ അഹ്റോൻ്റെ വടിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മന്നയുടെ ഒരു അംശമുണ്ട്. ഇത് 3ഉം യേശുവിൽ യാഥാർത്ഥ്യമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനം, യേശു തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ യേശുവിൽ ആ വചനം, ദൈവത്തിൻ്റെ വചനം ഇവിടെ മാംസം ധരിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ അഹ്റോൻ്റെ വടി, അത് പൗരോഹിത്യത്തിൻ്റെ പ്രതീകമാണ്. ആരാണ് മഹാപുരോഹിതൻ? ക്രിസ്തു തന്നെയാണ് മഹാപുരോഹിതൻ. ഇനി മന്ന എന്ന് പറയുന്ന അപ്പം. അപ്പോൾ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ യാത്രയിൽ, മരുഭൂമിയിലൂടെ യാത്രയിൽ അവർക്ക് പോഷണം നൽകിയ
ആ ഭക്ഷണം അത് ഇപ്പോൾ ആരാണ്? യേശു തന്നെയാണ്. യേശു തന്നെയാണ് ജീവൻ്റെ അപ്പം. അപ്പോൾ ആ പേടകം, വാഗ്ദാന പേടകം അർത്ഥമാക്കുന്ന 3 കാര്യങ്ങളും അത് യേശുവിൽ യാഥാർത്ഥ്യമായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, പേടകം ദൃശ്യമായി എന്ന് പറയുമ്പോൾ യേശുവിൽ രക്ഷ അത് ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം തിന്മയുടെ ശക്തികൾക്കെല്ലാം എതിരായി ഇടപെട്ട് ആ ദൈവത്തിൻ്റെ രാജ്യം അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് പോകുന്നു. ഇപ്പോൾ നാം കണ്ടു 11-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കണ്ടു 2 സാക്ഷ്യം നൽകുന്ന സാക്ഷ്യം, അത് ദൈവജനത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണ ഉത്ഥാനം വഴി തുടങ്ങി വെച്ച ആ ചരിത്രത്തിന് നവീകരണം അത് ദൈവജനത്തിൻ്റെ സാക്ഷ്യം വഴിയായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. യേശുവിൽ ഈ രക്ഷ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ. അപ്പോൾ വെളിപാടിൽ വളരെ സുന്ദരമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ 11-ാമത്തെ അധ്യായം. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.